ഹലോ ഓൾ, വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനാട്ടമി തൊറാക്സിലെ സുപ്പീരിയർ വീനക്കാവയാണ്. അത് ഷോർട്ട് നോട്ടൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടേ. അപ്പം സുപ്പീരിയർ വീനക്കാവ അത് ലെങ്തും ഡയമീറ്ററും പറയുവാണെങ്കിൽ 7 സെൻറ്റിമീറ്റർ ലോങ്, 1.25 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. ഓക്കെ, ഇനി സുപ്പീരിയർ വീനക്കാവയ്ക്ക് ഒരു രണ്ട് സബ് ഡിവിഷൻസ് ഉണ്ട്. അത് സുപ്പീരിയർ മീഡിയാസ്റ്റനത്തിലും ലൈസ് ചെയ്യുന്നുണ്ട്, മിഡിൽ മീഡിയാസ്റ്റനത്തിലും ലൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ബേസിലാണ് ഒരു സബ് ഡിവിഷൻ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പം സുപ്പീരിയർ മീഡിയാസ്റ്റനത്തിൽ ലൈസ് ചെയ്യുന്നത് സുപ്പീരിയർ വിനക്കാവയുടെ എക്സ്ട്രാ പെരിക്കാർഡിയൽ പാർട്ടായിരിക്കും. മിഡിൽ മീഡിയാസ്റ്റനത്തിൽ ലൈസ് ചെയ്തേക്കുന്നതോ സുപ്പീരിയർ വിനക്കാവയുടെ ഇൻട്രാ പെരിക്കാർഡിയൽ പാർട്ട്. ഓക്കെ, പെരിക്കാർഡിയത്തിന് പുറത്തായിട്ടുള്ളതും പെരിക്കാർഡിനുള്ളിലായിട്ടുള്ളതും അങ്ങനെയായിട്ടാണ് രണ്ട് സബ് ഡിവിഷൻ സുപ്പീരിയർ വിനക്കാവയ്ക്ക്. സുപ്പീരിയർ വിനക്കാവയുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് കളക്ട് ബ്ലഡ് ഫ്രം അപ്പർ ഹാഫ് ഓഫ് ദ ബോഡി ആൻഡ് ഡ്രെയിൻസ് ഇൻ ടു റൈറ്റ് ഏട്രിയം. ഇനി അതിൻ്റെ ആ ഒരു കോഴ്സ്, ഫോർമേഷൻ, ടെർമിനേഷൻ എന്നൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് കോസ്റ്റൽ കാർട്ടിലേജ് ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ സുപ്പീരിയർ വിനക്കാവ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് കോസ്റ്റൽ കാർട്ടിലേജ് ഫോർമേഷൻ എങ്ങനെയാണ്? ബൈ യൂണിയൻ ഓഫ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രേക്കിയോസെഫാലിക് വെയിൻ. ഇനി ഒരു സെക്കൻഡ് കോസ്റ്റൽ കാർട്ടിലേജ് ഒക്കെ ആകുമ്പോൾ പെരിക്കാർഡിയത്തിലേക്ക് പിയേഴ്സ് ചെയ്യുന്നുണ്ട് ഈ സുപ്പീരിയർ വിനക്കാവ. ദെൻ ഒരു തേർഡ് കോസ്റ്റൽ കാർട്ടിലേജ് ഒക്കെ ആകുമ്പോഴാണ് ഇറ്റ് ടെർമിനേറ്റ്സ് ഇൻ ടു അപ്പർ പാർട്ട് ഓഫ് റൈറ്റ് ഏട്രിയം. ഓക്കെ, അപ്പോൾ റൈറ്റ് കോസ്റ്റൽ കാർട്ടിലേജിൻ്റെ ഒരു ഇതിലാണ് ഇതിൻ്റെ ഒരു ഫോർമേഷൻ, കോഴ്സ്, ടെർമിനേഷൻ ഒക്കെ നമ്മൾ പറയുന്നത്. ഇനി റിലേഷനാണ് ആൻറ്റീരിയർലി. അപ്പം സുപ്പീരിയർ വിനക്കാവയ്ക്ക് ആൻറ്റീരിയർലി ആയിട്ട് എന്തൊക്കെയുണ്ട്? ചെസ്റ്റ് വോൾ ഉണ്ട്, അത് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ജസ്റ്റ് നമ്മുടെ തന്നെ ബോർഡ് നമ്മൾ നോക്കുക. ചെസ്റ്റ് വോൾ ഉണ്ട്, പിന്നെ ലെങ്സ്, റൈറ്റ് ലെങ്, അതിൻ്റെ പ്ലൂറ ഉണ്ട്, അതുപോലെ റൈറ്റ് ഇൻറ്റേർണൽ തൊറാസിക് വെസൽസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സുപ്പീരിയർ വിനക്കാവയ്ക്ക് ആൻറ്റീരിയർലി ആയിട്ട്, അതിന് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ സുപ്പീരിയർ വിനക്കാവ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രേക്കിയോസെഫാലിക് വെയിൻ ആണ്. ഈ ഒരു ഫിഗർ കണ്ടോ? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രേക്കിയോസെഫാലിക് വെയിൻ ചേർന്നിട്ട് സുപ്പീരിയർ വിനക്കാവ ഉണ്ടായി. അത് എന്നിട്ട് ഒരു തേർഡ് കോസ്റ്റൽ കാർട്ടിലേജ് ലെവലൊക്കെ ആകുമ്പം റൈറ്റ് ഏട്രിയത്തിൻ്റെ അപ്പർ ബോർഡിലേക്ക് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി റിലേഷൻസ് നമ്മൾ പറഞ്ഞ പോലെ ആൻറ്റീരിയർലി ചെസ്റ്റ് വോൾ ഉണ്ട്, റൈറ്റ് ലെങ് പ്ലൂറ ഉണ്ട്, അതുപോലെ റൈറ്റ് ഇൻറ്റേർണൽ തൊറാസിക് വെസൽസ് ഉണ്ട്. പോസ്റ്റീരിയർലിയോ സുപ്പീരിയർ വിനക്കാവയ്ക്ക് പോസ്റ്റീരിയർ ആയിട്ട് എന്തൊക്കെയുള്ളത്? ട്രക്കിയ, പിന്നെ റൈറ്റ് പൾമണറി ആർട്ടറി, റൈറ്റ് ബ്രോങ്കസ് ഒക്കെ വരുന്നുണ്ട്. ഇനി ടു ദ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ സുപ്പീരിയർ വിനക്കാവയ്ക്ക് ലെഫ്റ്റിലായിട്ട് എന്തൊക്കെയുണ്ട്? അസെൻഡിങ് അയോട്ടയും ബ്രേക്കിയോസെഫാലിക് ആർട്ടറിയും ഉണ്ട്. സുപ്പീരിയർ വിനക്കാവയ്ക്ക് റൈറ്റിൽ എന്തൊക്കെയുണ്ട്? റൈറ്റ് ഫ്രെനിക് നെർവ്, പെരികാർഡിയോ ഫ്രെനിക് വെസൽസ്, അതുപോലെ റൈറ്റ് ലെങ് പ്ലൂറ ഉണ്ട്. അപ്പോൾ ആൻറ്റീരിയർ പോസ്റ്റീരിയർ റിലേഷൻ ആൻഡ് ദ റൈറ്റ് റിലേഷൻ ടു ദ ലെഫ്റ്റ് റിലേഷൻ, ഇതാണ് അതിൻ്റെ റിലേഷൻസ് പറയുന്നത്. ദെൻ അബൌട്ട് ദ ട്രിബ്യൂട്ടറി, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രേക്കിയോസെഫാലിക് വെയിൻസ്. ആദ്യത്തെ ട്രിബ്യൂട്ടറി ഇതാണ്. കാരണം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രേക്കിയോസെഫാലിക് വെയിനിൽ ആണല്ലോ അത് രണ്ടും ഫോം ചെയ്യുന്നതാണല്ലോ നമ്മുടെ സുപ്പീരിയർ വിനക്കാവ. സോ ഫസ്റ്റ് ട്രിബ്യൂട്ടറി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രേക്കിയോസെഫാലിക് വെയിൻ. പിന്നെ അസൈഗസ് വെയിൻ ഉണ്ട്. അതെവിടുന്നായിട്ട് ആർസസ് ഓവർ ദ റൂട്ട് ഓഫ് ദ റൈറ്റ് ലെങ് ആൻഡ് ഓപ്പൺസ് ഇൻ ടു സുപ്പീരിയർ വിനക്കാവ ജസ്റ്റ് ബിഫോർ ഇറ്റ് പിയേഴ്സ് ഫൈബ്രസ് പെരികാർഡിയം. അസൈഗസ് വെയിൻ ഫൈബ്രസ് പെരികാർഡിൽ പിയേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് സുപ്പീരിയർ വിനക്കാവയിൽ അത് ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ മീഡിയാസ്റ്റനൽ ആൻഡ് പെരികാർഡിയൽ വെയിൻസ്, ഇതാണ് അതിൻ്റെ ട്രിബ്യൂട്ടറീസ്. നമ്മൾ ക്ലിനിക്കൽ നോക്കുവാണെങ്കിൽ സുപ്പീരിയർ വിനക്കാവയുടെ ഒബ്സ്ട്രക്ഷനും കൊളാറ്ററൽ പാത്വേ ഡെവലപ്മെൻറ്റ്, അതാണ് എൻ്റെ മെയിൻ ക്ലിനിക്കൽ ആസ്പെക്റ്റ്. സുപ്പീരിയർ വിനക്കാവ രണ്ട് സൈഡിലായിട്ടാണ് ഒബ്സ്ട്രക്റ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ കംപ്രസ്ഡ് ആവാൻ പറ്റുന്നത്. ഒന്ന് എബവ് ദ ഓപ്പണിംഗ് ഓഫ് അസൈഗസ് വെയിൻ ഓപ്പൺ ആവുന്നതിന് മുമ്പ്, അപ്പോൾ അത് സുപ്പീരിയർ മീഡിയാസ്റ്റനത്തിലായിരിക്കും. അതുപോലെ ബിലോ ദ ഓപ്പണിംഗ് ഓഫ് അസൈഗസ് വെയിൻ, അപ്പോൾ അത് മിഡിൽ മീഡിയാസ്റ്റനത്തിലായിരിക്കും. ഓക്കെ, ഇനി if the superior vena cava is obstructed above the opening of asagus vein, okay, superior mediastinത്തിൽ അസൈഗസ് വെയിനിൻ്റെ ഓപ്പണിങ്ങിന് എബോവ് ആയിട്ടാണ് നമ്മുടെ സുപ്പീരിയർ വിനക്കാവ ഒബ്സ്ട്രക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വീനസ് ബ്ലഡ് ഒക്കെ ഇല്ലേ അപ്പർ ഹാഫ് ഓഫ് ദ ബോഡിയിലുള്ളേ, അതൊക്കെ ഷണ്ടഡ് ടു റൈറ്റ് ഏട്രിയം ത്രൂ അസൈഗസ് വെയിൻ വഴി നമ്മുടെ അപ്പർ ഹാഫ് ഓഫ് ദ ബോഡിയിലെ വീനസ് ബ്ലഡ് ഒക്കെ റൈറ്റ് ഏട്രിയത്തിലേക്ക് ഷണ്ടഡ് ആവുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ കൊളാറ്ററൽ പാത്വേ ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? സുപ്പീരിയർ ഇൻ്റർകോസ്റ്റൽ വെയിൻസ് ആണ്. ഇനി ഇവിടുത്തെ നമ്മുടെ ചെസ്റ്റിൻ്റെ സൂപ്പർഫിഷ്യൽ വെയിൻസ് ഒക്കെ ഇല്ലേ, അതിനധികം സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബ്ലഡ് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊമിനൻസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, സൂപ്പർഫിഷ്യൽ വെയിൻസ് ഓഫ് ചെസ്റ്റ് വോൾ ഡു നോട്ട് റിസീവ് സഫീഷ്യൻറ്റ് ബ്ലഡ് ടു കോസ് ദിയർ പ്രൊമിനൻസ് ആൻഡ് ഇഫ് അറ്റ് ഓൾ ദേ ബിക്കം പ്രൊമിനൻറ്റ്, അവർ പ്രൊമിനൻ്റ് ആവുകയാണെങ്കിൽ തന്നെ പ്രൊമിനൻസ് ഒരു കോസ്റ്റൽ കാർട്ടിലേജ് വരെ ലിമിറ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഈ ഫിഗറിൽ കാണുന്നത്. ഒന്നാമത് സഫീഷ്യൻറ്റ് ബ്ലഡ് കിട്ടാത്തതുകൊണ്ട് പ്രൊമിനൻ്റ് ആവത്തില്ല സൂപ്പർഫിഷ്യൽ വെയിൻ ഓഫ് ചെസ്റ്റ് വോൾ. ഇൻ കേസ് അത് പ്രൊമിനൻ്റ് ആവുകയാണെങ്കിൽ കോസ്റ്റൽ മാർജിൻ വരെയുള്ള പ്രൊമിനൻ്റ് ആവത്തുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്? സുപ്പീരിയർ വിനക്കാവ ഇഫ് ഒബ്സ്ട്രക്ഷൻ ഓഫ് സുപ്പീരിയർ വിനക്കാവ ഇസ് എബവ് ദ ഓപ്പണിംഗ് ഓഫ് അസൈഗസ് വെയിൻ. ഇനി ഇഫ് ഒബ്സ്ട്രക്ഷൻ ഇസ് ബിലോ ദ ഓപ്പണിംഗ് ഓഫ് അസൈഗസ് വെയിൻ ആണെങ്കിലോ വീനസ് ബ്ലഡ് ഫ്രം അപ്പർ ഹാഫ് ഓഫ് ദ ബോഡീസ് റിട്ടേൺ ടു റൈറ്റ് ഏട്രിയം ത്രൂ ഇൻഫീരിയർ വിനക്കാവ. അതിൻ്റെ കൊളാറ്ററൽ പാത്വേ എങ്ങനെ ഫോം ചെയ്യുന്നത്?
ഫോംഡ് ബിറ്റ്വീൻ ട്രിബ്യൂട്ടറീസ് ഓഫ് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വെന കവ. അതാണ് കേവൽ ഷണ്ട്. സുപ്പീരിയർ വെന കവ, ഇൻഫീരിയർ വെന കവയുടെ ട്രിബ്യൂട്ടറീസ് ചേർന്നിട്ട് കൊളാട്രൽ പാത്വേ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതാണ് നമ്മുടെ ഇവിടെ അപ്പർ ഹാഫ് ഓഫ് ദ ബോഡിയിലെ വീനസ് ബ്ലഡ് ഒക്കെ റൈറ്റ് ഏട്രിയത്തിലേക്ക് റിട്ടേൺ ചെയ്യുന്നത് ഇൻഫീരിയർ വെന കവ വഴിയാണ്. ഇവിടെ ഉണ്ടാകുന്ന കൊളാട്രൽ പാത്വേ ആണ് കേവൽ ഷണ്ട്. Clinically, in this condition, a subcutaneous anastomotic channel between the superficial epigastric vein and lateral thoracic vein is seen. എവിടെ? ഓൺ ദ ആൻറ്റീരിയർ ആസ്പെക്ട് ഓഫ് തൊറാക്കോ അബ്ഡോമിനൽ വാൾ. തൊറാക്കോ അബ്ഡോമിനൽ വാളിലായിട്ട് നമുക്കൊരു അനാസ്റ്റോമോട്ടിക് ചാനൽ കാണാൻ പറ്റും. ബിറ്റ്വീൻ സൂപ്പർഫിഷ്യൽ എപ്പിഗാസ്ട്രിക് വെയിൻ ആൻഡ് ലാറ്ററൽ തൊറാസിക് വെയിൻ. ദാറ്റ് ഇസ് തൊറാക്കോ എപ്പിഗാസ്ട്രിക് വെയിൻ. ഈ ഒരു ഫിഗർ ഉണ്ടോ? തൊറാക്കോ എപ്പിഗാസ്ട്രിക് വെയിൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഒബ്സ്ട്രക്ഷൻ ഓഫ് സുപ്പീരിയർ വെന കാവ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കൊളാട്രൽ പാത്വേ. അപ്പം ജസ്റ്റ് സുപ്പീരിയർ വെന കാവയെ പറ്റി ഇത്രേ ഉള്ളൂ. അതിൻ്റെ ലെങ്ത്, അതിൻ്റെ ഡയമീറ്റർ, സബ് ഡിവിഷൻ, ഫോർമേഷൻ, കോഴ്സ്, ടെർമിനേഷൻ, റിലേഷൻസ്, tributaries, and about the clinical. Okay, thank you.